ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പവിത്ര സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന നമ്മുടെ ശ്രീജയും വിശ്വവും കൂടി ചേർന്ന് സ്റ്റോക്കെല്ലാം എടുക്കാനായിട്ട് പോയിരിക്കുകയാണ്. അതായത് തൻ്റെ പുതിയ സംരംഭമായ ശ്രീ ഫുഡ്സിലേക്ക് വേണ്ടിയിട്ടുള്ള മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാനായിട്ട് അവർ മാർജിൻ ഫ്രീ ഷോപ്പിൽ നിൽക്കുകയായിരിക്കും. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് തീർന്ന ശേഷം വിശ്വം ബില്ലടയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രീജ വെളിയിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ശ്രീജ ഒരു കാഴ്ച കാണുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ വേദയുടെ അനിയത്തി ദീപ്തി ഒരു പയ്യനായിട്ട് ബൈക്കിൽ പോകുന്നതാണ് കണ്ടത്. അപ്പോൾ ബൈക്കിൽ അവിടെ കവലി ഇറങ്ങുകയാണ്. എന്നിട്ട് ഒരു കടയിൽ രണ്ടുപേരും കൂടി ചേർന്ന് പോവുകയാണ്. അപ്പോൾ വിശ്വം ക്യാഷൊക്കെ അടച്ചിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ നീ എന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്, നീ വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അത് നമ്മുടെ വേദയുടെ അനിയത്തിയല്ലേ, ദീപ്തി, അതാണല്ലോ, ഒരു പയ്യനും ഉണ്ടല്ലോ എന്നൊക്കെ വിശ്വം പറയുകയാണ്. അവളുടെ കൂടെ പഠിക്കുന്ന പയ്യനായിരിക്കും എന്നൊക്കെ വിശ്വം പറയുകയാണ്. അല്ല വിശ്വട്ട്, എനിക്ക് എന്തോ ഒരു പന്തികേട് പോലെ തോന്നുന്നു, നിനക്കത് തോന്നരുത്, ഇങ്ങോട്ട് വന്നേന്നൊക്കെ പറയുകയാണ്. അത് കഴിഞ്ഞ് അവർ സാധനങ്ങളൊക്കെ ആയിട്ട് വീട്ടിലെത്തുകയാണ്. അപ്പോൾ അവിടെ വിനായകനും നമ്മുടെ വിക്രമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് സാധനങ്ങളൊക്കെ അടുക്കളയിലോട്ട് വെക്കുകയാണ്. അതായത് ശ്രീജയ്ക്ക് വേണ്ടി പ്രത്യേക ഒരു ഷെഡെല്ലാം രൂപീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നാളെയാണ് അതിൻ്റെ ഉദ്ഘാടനം എല്ലാം തുടങ്ങുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവർ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ വേദ ജോലി കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ എല്ലാവരും കൂടി അവിടെ ഒരു സന്തോഷമായിട്ടുള്ളൊരു രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, നമുക്കെല്ലാം സ്വന്തം കൈ കൊണ്ട് എന്നെ പൊടിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണ്. അതായത് ഒരെല്ലിട്ടൊക്കെ പൊടിച്ചാൽ മതിയെന്ന് പറയുകയാണ്. അപ്പോൾ വിശ്വം വിക്രമൊക്കെ പറയുകയാണ്, അയ്യോ അതിൻ്റെ ആവശ്യമുണ്ടോ മുത്തശ്ശി, നമുക്ക് ഗ്രൈൻഡറോ പൊടിക്കുന്ന മെഷീൻസൊക്കെ രണ്ടുമൂന്നെണ്ണം വാങ്ങാമെന്നൊക്കെ പറയണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇപ്പോൾ ഇവിടെ ഇത്രയും നിങ്ങൾ തടിമാടന്മാരുണ്ടല്ലോ, എൻ്റെ സുധാകരൻ്റെ 3 മക്കളും കൊണ്ട് ചേർന്ന് ചെയ്താൽ മതിയാ, മെഷീൻസൊക്കെ പിന്നെ എടുക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ അരയ്ക്കുന്നതൊക്കെ ആരാന്ന് നമ്മുടെ നന്ദിനി ചോദിക്കുകയാണ്. അരയ്ക്കുന്നതൊക്കെ ആരാണ്, നീ തന്നെയാണ്, നീ തന്നെ അരച്ചാൽ മതിയെന്ന് മുത്തശ്ശി പറയണത്. ഞാനോ എന്നുള്ള രീതിയിൽ നമ്മുടെ നന്ദിനി നിൽക്കുകയാണ്. അപ്പോൾ വേദ പറയണം, എന്താ വിനായകേട്ട നന്ദിനിയേട്ടത് അരയ്ക്കത്തില്ലേന്ന് ചോദിക്കുകയാണ്. നമ്മുടെ മുത്തശ്ശി ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞല്ലേ എന്ന് വേദ ചോദിക്കുകയാണ്. അപ്പോൾ വിനായകനും പറയുകയാണ്, അതായത് മുത്തശ്ശി ആദ്യമായിട്ട് പറയുന്ന കാര്യമാണ്, എന്തായാലും നന്ദിനി നീ അത് അനുസരിച്ചേ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മുത്തശ്ശി പറയണം, ഞാൻ നമ്മുടെ ശ്രീ ഫുഡ്സിലേക്ക് ആദ്യം ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു പലഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും വന്ന് അതൊന്ന് കഴിച്ചു നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയണമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ അത് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രീജ വേദയെ വിളിച്ചെടുത്തിട്ട് പറയുകയാണ്, അപ്പോൾ വേദയുടെ അനിയത്തെ ഇങ്ങനെ കണ്ടായിരുന്നു ഒരു പയ്യൻ്റെ കൂടെ, എനിക്ക് അത്ര അത് നല്ല രീതിയിലുള്ള റിലേഷനാണെന്ന് തോന്നിയില്ല എന്നൊക്കെ പറയണം. അപ്പോൾ വിശ്വം പറയണം, അത് അവളുടെ കൂടെ പഠിക്കുന്ന പയ്യന്മാർ വല്ലതും ആയിരിക്കും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വേദ അത് തന്നെ പറയുകയാണ്, എന്തോ എനിക്ക് അങ്ങനെ തോന്നിയില്ല വേദ എന്ന് പറഞ്ഞിട്ട് ശ്രീജ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ വിശ്വം പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ പിന്നെ വിക്രമും വേദയും മാത്രമാണ്. അപ്പോൾ വിക്രം പറയുകയാണ്, ശ്രീജേട്ടത്തി ഒരു പാവമാണ്, ശ്രീജേട്ടത്തിൻ്റെ പൊട്ട ബുദ്ധിയിൽ തോന്നിയതായിരിക്കും, അവളുടെ കൂടെ പഠിക്കുന്ന പയ്യന്മാരും എല്ലാം ആയിരിക്കും, നീ ഇനി അത് ആലോചിച്ച് തല പോയിക്കണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നന്ദിനി വളരെ ദേഷ്യത്തിൽ തന്നെ റൂമിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ എന്നാൽ വിനായകട്ട് എന്തിനാണ് ഇവളെ ഇങ്ങനെ പേടിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വിനായക ആ സമയത്ത് അവിടെ വരികയാണ്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് വേദ ഇങ്ങനെ പേടിക്കുന്നത്, എന്തോ ഒരു കള്ളത്തരമുണ്ട്, എന്താണെങ്കിൽ എന്നോട് പറയുന്നതൊക്കെ പറയും, എന്ത് പേടിക്കാനാണ്, നിനക്ക് ഈ കുശുമ്പ് കുന്നായ്മ കൊണ്ട് ഇവിടെ ഇരുന്നു, നിൻ്റെ കുശുമ്പ് കുന്നായ്മ തന്നെയാണ് നിനക്ക് ഓരോടോ എത്താൻ സാധിക്കാത്തതെന്നൊക്കെ പറയുകയാണ്. ഇപ്പോൾ വേദയ്ക്ക് ഓഫീസിൽ പോകണം, ശ്രീജേച്ചി പുതിയൊരു സംരംഭം തുടങ്ങി, നിനക്കൊന്നുമില്ലല്ലോ, അതിൻ്റെ അസൂയാണെന്നൊക്കെ പറയുകയാണ്. ഇതേ മുത്തശ്ശി അവിടെ ഒരു പുതിയ പലഹാരം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, നീ അത് ടേസ്റ്റ് ചെയ്യാൻ വരുന്നെങ്കിൽ വാന്ന് പറയും, എനിക്ക് വേണ്ട, നിങ്ങളിന്ന് ടേസ്റ്റ് ചെയ്താൽ മതിയെന്നൊക്കെ നന്ദിനി ദേഷ്യത്തിൽ പറയും. എങ്കിൽ നീ കുശുമ്പ് കുന്നായം വെച്ചുകൊണ്ട് ഇവിടെ തന്നെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് വിനായകൻ ഇറങ്ങി പോവുകയാണ്. അപ്പോൾ എന്നിട്ട് നന്ദിനി പറയണം, അങ്ങനെ ഇപ്പോൾ എല്ലാവരും കൂടി തിന്നട്ടെ, എനിക്കും പുതിയ പലഹാരം എന്താണെന്ന് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് നന്ദിനിയും പോവുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ശങ്കരനാരായണൻ്റെ വീടാണ് കാണിക്കുന്നത്. അപ്പോൾ ശങ്കരനാരായണൻ എന്തോ വർക്കൊക്കെ ഓഫീസിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ആ സമയത്ത് പത്മ വന്നിട്ട് പറയുകയാണ്, അമ്മ വിളിച്ചിരുന്നു. അപ്പോൾ വിക്രമിൻ്റെ മുത്തശ്ശി അമ്മയെ വിളിച്ചിരുന്നു. നമ്മുടെ ശ്രീജ ഇല്ലേ, വേദയുടെ വിക്രമിൻ്റെ സഹോദരൻ്റെ ഭാര്യ, അപ്പോൾ അവർ പുതിയ സംരംഭം എന്തോ ആരംഭിച്ചു, വേദയാണ് എല്ലാം അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുത്തത്, ലോണെല്ലാം എടുപ്പിച്ച് അവളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെയൊക്കെ ഇല്ല, അത് നല്ല കമ്പനി ആവുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പത്മം പറയുകയാണ്. അപ്പോൾ ആ സമയം ശ്രീകാന്ത് ഇതെല്ലാം കേട്ടോ, കമ്പനി മുറ്റത്തിട്ട് മുളകും മല്ലിയും പൊടിച്ച് വീടുകളിൽ കൊണ്ട് കൊടുക്കുന്നതാണ് വലിയ പ്രസ്ഥാനം, അമ്മയ്ക്ക് വേറെ തൊഴിലില്ലേ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വേദ എന്തായാലും തുടങ്ങി വെച്ചല്ലേ മോനെ എന്നൊക്കെ പറയണം. വേദ തുടങ്ങി വെച്ചു, അവളവിടെ ഇടിച്ചു പൊടിച്ചൊക്കെ അവളുടെ ജീവിതം കളയട്ടെ എന്ന് ശ്രീകാന്ത് പറയുകയാണ്. അപ്പോൾ എന്നിട്ട് പത്മം ചോദിക്കുകയാണ്, നീ എന്താണ് വർഷം ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാത്തത്, കുറേ നാളായല്ലോ, അവൾക്കല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്, ഇവിടെ നിൽക്കാൻ അവൾക്ക്
പറ്റത്തില്ല. അവളെ വീട്ടിൽ അവൾ നിൽക്കത്തുള്ളൂ. അതല്ല അമ്മേ കുഞ്ഞിനെ നോക്കണ്ടേ, അതാകുമ്പോൾ അവിടെ അവളുടെ അമ്മയും കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഞാനിവിടെ 2-3 കുട്ടികളെ വളർത്തിയാണല്ലോ, എനിക്കതൊരു ബുദ്ധിമുട്ടൊന്നും അല്ല എന്ന് പറയണം. എങ്കിൽ ശരി, ഞാൻ വിളിച്ചോണ്ട്, അങ്ങനെ എനിക്ക് വേണ്ടി നീ വിളിച്ചോണ്ട് വരണ്ട എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് ശ്രീകാന്ത്. അപ്പോൾ ശങ്കരനാരായണൻ പറയുകയാണ്, അപ്പോൾ വേദയ്ക്ക് അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുന്നതാണ് ഇഷ്ടം, വർഷയ്ക്ക് അവളുടെ വീട്ടിൽ നിൽക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ ഇഷ്ടങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. ഇനി ഇതിനെ പറ്റിയുള്ള സംസാരമൊന്നും ഇവിടെ വേണ്ടെന്ന് പറഞ്ഞിട്ട് ശങ്കരനാരായണൻ മുകളിലോട്ട് കയറി പോവുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ശ്രീജയുടെ പുതിയ സംരംഭമായ ശ്രീ ഫുഡ്സിൻ്റെ ഇനോഗ്രേഷൻ നടക്കുകയാണ്. അപ്പോൾ കുറച്ച് അവരുടെ വീട്ടിലുള്ള ആൾക്കാർ മാത്രമാണ് പങ്കെടുത്തത്. അതായത് വിനായകനും വിശ്വവും അവരുടെ ഭാര്യമാരും അച്ഛനും അമ്മയാണ്. അപ്പോൾ മുത്തശ്ശി വിളക്കെല്ലാം കൊടുക്കുകയാണ്. അപ്പോൾ സുധാര മാഷിൻ്റെയിലാണ് ആദ്യം കൊടുത്തത്. അപ്പോൾ നീ എന്നെ കത്തിച്ച് ഐശ്വര്യമായിട്ട് ഇപ്പോൾ സംരംഭം തുടങ്ങാനായിട്ട് പറയുകയാണ്. അപ്പോൾ സുധാര മാഷ് പറയുകയാണ്, ഞാനല്ല ഇതിൽ മുന്നോട്ട് ഇറങ്ങിയത്, വേദയാണ്. അപ്പോൾ എല്ലാം കൊണ്ട് വേദയ്ക്കാണ് വിളക്ക് കത്തിച്ച് ഇത് ഇനോഗ്രേഷൻ ചെയ്യാനുള്ള അർഹതയെന്ന് പറയുന്നത്. അങ്ങനെ വേദ വിളക്ക് കത്തിക്കുകയാണ്. അതിനുശേഷം അച്ഛനും അമ്മയും കത്തിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീജയും വിശ്വവും ഒക്കെ കത്തിക്കുകയാണ്. എന്നിട്ട് അവരുടെ സംരംഭം എല്ലാം തുടങ്ങുകയാണ്. അപ്പോൾ പലഹാരങ്ങളെല്ലാം, പിന്നെ അത് പോയിട്ട് നമ്മുടെ മല്ലിയെല്ലാം ഇങ്ങനെ ഉരലിൽ വെച്ച് വിനായകനും വിശ്വവും വിക്രമും കൂടി പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേദയ്ക്ക് ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് വേദ പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ നന്ദിനി അരി ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്ദിനിയുടെ ജോലി അതാണ്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടേക്കാണ് നന്ദിനി അരിയൊക്കെ ആട്ടുന്നത്, എങ്കിലും പിടിച്ചു നിൽക്കുന്നതേ ഉള്ളൂ നന്ദിനി. അത് കഴിഞ്ഞ് നമ്മുടെ വേദ ദീപ്തിയെ ചെന്ന് കാണുകയാണ് കോളേജിൽ. അപ്പോൾ കോളേജിൻ്റെ ഫ്രണ്ട് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ദീപ്തി അവിടേക്ക് വരികയാണ്. എന്താ ചേച്ചി ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അതെനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം, ഒന്ന് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാമെന്ന് പറയണം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇവിടെ എന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുകയാണ്. നീ ഒരു പയ്യനായിട്ട് റിലേഷനിലാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതിനിപ്പോൾ ചേച്ചിക്ക് എന്താണ്, ചേച്ചിയുടെ ഇഷ്ടം നോക്കി പോയില്ലേ, പിന്നെ എൻ്റെ കാര്യം തിരക്കുന്നത് എന്തിനാണെന്നൊക്കെ ചോദിക്കണം. അല്ല ശ്രീജേട്ടത്തി നീ ഒരു പയ്യനായിട്ട് ബൈക്കിൽ പോകുന്നത് കവല ഇറങ്ങുന്നത് കണ്ടായിരുന്നു, അതുകൊണ്ട് ചോദിച്ചാന്ന് പറയുകയാണ്. എന്നിട്ട് എന്തിനാണ്, ഭർത്താവിനെ കൊണ്ട് അടിപ്പിക്കാനാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഒരു പ്രാവശ്യം അവൻ അടികിട്ടി അവൻ അവശതയിലായത് അവൻ്റെ ജീവിതം തന്നെ പോയതുമാണ് നിങ്ങളുടെ ഭർത്താവാണ്. ഇനി അതിലോട്ട് അവനെ തള്ളിവിടാൻ എനിക്ക് കഴിയില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വേദയ്ക്ക് മനസ്സിലാവുകയാണ്, അപ്പോൾ വിക്രം അടിച്ചിട്ടുള്ള ആരോ ഇവളോട് സ്നേഹം നടിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ തൻ്റെ കുടുംബം തകർക്കാനായിരിക്കും അയാൾ വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിൽ തന്നെ വേദ നിൽക്കുകയാണ്. അപ്പോൾ നിനക്ക് ആരുമായിട്ടാണ് ബന്ധമുള്ളതെന്ന് ചോദിക്കുക. അതൊന്നും ചേച്ചി അറിയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ദീപ്തി ബൈക്കിൽ വന്ന് ആ പയ്യൻ്റെ കൂടെ കയറി പോവുകയാണ്. എന്നിട്ട് വേദ നേരെ വിക്രമിനെ വിളിച്ച് വരുത്തിക്കുകയാണ്. എന്നിട്ട് വിക്രമിൻ്റെ കൂടെ ബൈക്കിൽ ഇങ്ങനെ പോവുകയാണ്. എന്താണ് നീ വിഷമിച്ചിരിക്കുന്നത്, എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ പറയുമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഒരു കാര്യമുണ്ട് പറയാൻ, ഏതായാലും വിക്രം ബൈക്ക് എടുക്കുക, നമുക്ക് പോകുന്ന വഴി പറയാമെന്ന് പറയുകയാണ്. എന്തായെങ്കിലും പറയാം, സസ്പെൻസ് ഇടാന്ന് എന്നൊക്കെ പറയുകയാണ്. അതൊന്നുമില്ല, ആദ്യം വിക്രം നമുക്കൊന്ന് അമ്പലത്തിൽ പോലും, നീ ഓഫീസിൽ പോയിട്ട് വന്നേയില്ലേ, പിന്നെ എങ്ങനെയാണ് അമ്പലത്തിലൊക്കെ പോകുന്നത്, കുളിച്ചൊന്നുമില്ലല്ലോ. അപ്പോൾ വിക്രം കുളിച്ചാണല്ലോ, എന്തായാലും അമ്പലത്തിൻ്റെ ഫ്രണ്ട് നിർത്താനായിട്ട് പറയണം. അങ്ങനെ ബൈക്ക് അമ്പലത്തിൻ്റെ ഫ്രണ്ട് നിർത്തിയാണ്. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്, ദീപ്തിയെ കണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ വിക്രം പൊട്ടിച്ചിരിക്കുകയാണ്. നിനക്ക് എന്താ വട്ടാണോ ശ്രീജേച്ചിയുടെ വാക്കും കേട്ടിട്ട് ഇങ്ങോട്ട് മുന്നോട്ട് ഇറങ്ങാനായിട്ട്? അല്ല വിക്രം, ഞാൻ അവളോട് സംസാരിച്ചപ്പോൾ കാര്യം കുറച്ച് സീരിയസ് ആണ്. വിക്രം അടിച്ച ഏതോ ഒരു പയ്യനാണ് അവളെ ഇപ്പോൾ സ്നേഹം നടിച്ച് അവളെ പിറകെ കൂടിയിരിക്കുന്നത്, അത് ആരാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവൾ പറഞ്ഞു, ഇനി നിങ്ങളെ ഭർത്താവിനെ കൊണ്ട് അടുപ്പിച്ച് എൻ്റെ വിധം മാറുമെന്നൊക്കെ ഉള്ള രീതിയിലാണ് അവൾ സംസാരിച്ചത്. അപ്പോൾ വിക്രം പറയണത്, എന്തായാലും ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ ആ ദിവസത്തെ ശ്രീ ഫുഡ്സിൻ്റെ സ്റ്റോക്കെല്ലാം കൊണ്ടുപോയിട്ട് മിച്ചം തിരിച്ച് വരികയാണ്. അപ്പോൾ എല്ലാ പാക്കറ്റും വിറ്റഴിഞ്ഞു പോയി. അപ്പോൾ കമലയും സുധാകരനൊക്കെ വിഷമിച്ചിരിക്കണം, മോനെ എല്ലാം ഇന്ന് വിറ്റഴിഞ്ഞു ചോദിക്കണം. അതേപോലെ എല്ലാം വിറ്റഴിഞ്ഞിട്ട് നാളെ മുതൽ ഇതിൻ്റെ ഇരട്ടി വേണമെന്നാണ് അവരൊക്കെ പറയുന്നത്. അപ്പോൾ അതിനെന്താ നമുക്ക് അതെല്ലാം ആക്കി കൊടുക്കാമെന്ന് മുത്തശ്ശി പറയുകയാണ്. എന്നിട്ട് ഇന്നത്തെ കളക്ഷനും ബുക്കുമൊക്കെ ശ്രീജയുടെ കയ്യിൽ കൊടുക്കണം. അപ്പോൾ ശ്രീജ പറയുകയാണ്, അച്ഛൻ തന്നെ ഈ കണക്കും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി എന്ന് പറയണം. അതിൻ്റെ ആവശ്യമില്ല മോളെ, നീയാണ് ഈ സംരംഭം തുടങ്ങിയത്, നീ എന്നെ നോക്കിയാൽ മതി എന്ന് പറയണം. പിന്നെ അച്ഛന് തരാനുള്ളൊരു മനസ്സ് കാണിച്ചില്ല, അതിന് വളരെ സന്തോഷമുണ്ടെന്നും പറയുകയാണ്. എന്നിട്ട് ശ്രീജയും വിശ്വം കൂടെ അകത്തോട്ട് പോവുകയാണ്. എന്നിട്ട് മുത്തശ്ശി പറയുകയാണ്, ഇപ്പോൾ സുധാകര, നീ ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഏറെക്കുറെ പരിഹരിക്കപ്പെട്ട് വരികയാണ് വീട്ടിൽ, ഇനി നീയും വിക്രമും കൂടെ അടുക്കണം. അപ്പോൾ നിങ്ങളിങ്ങനെ അകന്ന് നിന്നിട്ട് കാര്യമില്ല, അടുത്ത് ഇടപഴകിയാലേ അവനെ നമുക്ക് കൂടുതൽ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഉപദേശിക്കുകയാണ്. അപ്പോൾ സുധാകര മാഷ് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്.
അന്ന് വൈകിട്ട് വിളക്ക് തെളിയിപ്പിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശിയും കമലയും എല്ലാവരും അവിടെ നിൽക്കുകയായിരിക്കും. അപ്പോൾ വിക്രം കുളിച്ച് സ്വാമിയെ ശരണയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ എന്നിട്ട് സുധാകരനെ വിളിക്കാനായിട്ട് മുത്തശ്ശി പറയുകയാണ്. അങ്ങനെ സുധാകരൻ മാഷ് വരികയാണ്. അപ്പോൾ നീയും വിക്രമും ചേർന്ന് വിളക്ക് കത്തിക്കാനായിട്ട് പറയുകയാണ്. അങ്ങനെ വിക്രമും സുധാകരൻ മാഷും കൂടി ചേർന്ന് വിളക്ക് കത്തിക്കുകയാണ്. അപ്പോൾ ഇനി മുതൽ എല്ലാ ദിവസവും അവൻ മലയ്ക്ക് പോയിട്ട് വരുന്നവരെ ഇങ്ങനെ വേണം വിളക്ക് കത്തിക്കാനെന്നൊക്കെ മുത്തശ്ശി പറഞ്ഞ് ഉപദേശിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വിക്രം വേദിയെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അത് ദീപ്തിയുടെ കാര്യങ്ങളാണ്. അപ്പോൾ നീ പറഞ്ഞ ശരിയാണ്. അപ്പോൾ ഞാൻ തല്ലി ചതച്ച ഒരാൾ തന്നെയാണ് ഇപ്പോൾ ദീപ്തിയുടെ പിറകെ കൂടിയിരിക്കുന്നത്. അതൊരു ട്രാപ്പ് ആകാനാണ് സാധ്യത. അപ്പോൾ വേദ ചോദിക്കണം ആരാണ് ആ പയ്യനെന്ന് ചോദിക്കുകയാണ്. അത് മറ്റാരുമല്ല നമ്മുടെ വാസവൻ്റെ മകൻ വരുണാണെന്ന് പറഞ്ഞപ്പോൾ ഇത് കേൾക്കുന്നു വേദ അന്തം വിടുകയാണ്. ഈശ്വര വരുണോ? അപ്പോൾ എന്തായാലും ഇത് ട്രാപ്പ് തന്നെയാണ്. നമ്മുടെ കുടുംബം കുട്ടിച്ചോറാക്കാനാണ് അവൻ്റെ പദ്ധതി എന്നും വേദ പറയുകയാണ്. അപ്പോൾ ആ സമയം വിക്രമിനെ മുത്തശ്ശി വിളിക്കുകയാണ്. അങ്ങനെ വിക്രം എണീറ്റ് പോവുകയാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് വേദ ദീപ്തിയെ വിളിക്കുകയാണ്. അപ്പോൾ 2 പ്രാവശ്യം വിളിച്ചിട്ടും കോൾ എടുത്തില്ല. കോൾ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ 3ാമത്തെ പ്രാവശ്യം വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വേദ വളരെയധികം സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്